വിനായക ചതുർത്ഥിക്കായി നാടും നഗരവും ഒരുങ്ങുമ്പോൾ പൂജയ്ക്കുള്ള ഗണേശ വിഗ്രഹ നിർമ്മാണം തമിഴ്നാട് തകൃതിയായി നടക്കുന്നു. 1 അടി മുതൽ 7 അടി വരെ ഉയരമുള്ള ഗണപതി വിഗ്രഹങ്ങൾ വരെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഓഗസ്റ്റ് 27-ാം തീയതിയാണ് വിനായക ചതുർത്ഥി. തമിഴ്നാട്ടിലെ അതിർത്തി ഗ്രാമമായ ചെങ്കോട്ടയിൽ നിന്നാണ് വിനായക ചതുർത്ഥിക്കായി കേരളത്തിലെ പലയിടങ്ങളിലേക്കും ഗണപതി വിഗ്രഹങ്ങൾ എത്തുന്നത്. മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന കുടുംബ കൂട്ടായ്മയായ മൺപാണ്ട കൂട്ടുരുവ് സംഘമാണ് കാലങ്ങളായി വിഗ്രഹങ്ങൾ തയ്യാറാക്കുന്നത്. இது பண்டு தொட்டே வேலை நடந்துகிட்ருக்கு. விநாயகர் சதுர்த்திக்கு ஒரு 20 வருஷம் முன்னாடி நாங்கள் ஆரம்பிச்சிருவோம். விநாயகர் சதுர்த்தி முதல் நாள் வரைக்கும் இந்த வேலை நடந்துகிட்ருக்கோம். முதல் நாள் வந்து பிள்ளையார் எடுத்துருவாங்க. கேரளாவுக்கு ஏற்றுமதி பிள்ளையார் நிறையா போகுது. இப்போ இன்றைக்கி மத்தியானம் கூட இடப்பாளத்துக்கு ஒரு பிள்ளையார் போகுது. இப்போ திங்கக்கிழமை ஒரு விநாயகர் കേരളക്ക് പോകുന്നത്. പമ്പിളിയിൽ നിന്നും എത്തിക്കുന്ന കളിമണ്ണ് ഉപയോഗിച്ചാണ് വിഗ്രഹ നിർമ്മാണം. ആവശ്യക്കാർ പറയുന്ന മോഡലിൽ വിഗ്രഹം തയ്യാർ. മക്കൾ ചൊല്ലത പുറത്ത് ചെയ്യും. അതിനുള്ള കാശ് വാങ്ങിക്കും. ഒരടിക്ക് 2 രൂപ. 2000 മാക്സിമം 10 രൂപ. 10 ഒരു വിനായകർ ഫിനിഷ് பண்ணக்கு 1 வாரம் ஆகும். ஆமாம், அது கழிஞ்சு 2 ദിവസം ഉണക്കിടും. அதுக்கப்புறம் 2 ദിവസം പെയിൻ്റ് അതൊക്കെ 2 ദിവസം. പല വലുപ്പത്തിലുള്ള 40 വെറൈറ്റി ഗണപതികൾ വരെയുണ്ട്. 1 മുതൽ 10 ദിവസം വരെ എടുത്താണ് നിർമ്മാണം. കൈത്തരുവിൽ കളിമൺ കയറ്റി തിരിച്ച് ഇരിപ്പിടവും കിരീടവും ഒരുക്കിയാൽ ബാക്കിയൊക്കെ കൈകൊണ്ട് തന്നെ. 2000 മുതൽ 10,000 രൂപ വരെയാണ് ഒരു വിഗ്രഹത്തിന്റെ വില. കുട്ടികൾ മുതൽ കുടുംബത്തിലെ പ്രായം ചെന്നവർ വരെ ചേർന്ന് ആഘോഷമായാണ് ഗണേശ വിഗ്രഹങ്ങൾ തയ്യാറാക്കുന്നത്. ചൊവ്വാഴ്ചയോടെ വിഗ്രഹങ്ങൾ മലയാള മണ്ണിലെത്തും. വിനായക ചതുർത്ഥിക്ക് മലയാളിക്ക് പൂജ ചെയ്യാൻ വൈവിധ്യമാർന്ന വിനായക വിഗ്രഹങ്ങൾ ഇങ്ങനെ തമിഴ്നാട്ടിൽ തയ്യാറാവുകയാണ്. ചെങ്കോട്ടയിലെ മൺപാണ്ട കൂട്ടുരുവ് സംഘത്തിന്റെ മൺകലപ്പുറയിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനും അമൽ സുൻലാലിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.